വെൽക്കം ടു ഡേ 3 ഓഫ് അവർ ഡെസ്ക് മേക്ക് ഓവർ സീരീസ്. അപ്പോൾ ഡേ 3 നമ്മൾ ഒരു ഓർഗനൈസർ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓർഗനൈസർ പേപ്പർ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 33/23 എന്ന അളവിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ A4 ഷീറ്റിനേക്കാളും ഇത്തിരിയും കൂടി സൈസ് കൂടുതൽ നമുക്ക് സൈഡ് ഒട്ടിക്കാനും പിന്നെ സ്മൂത്തായിട്ട് അതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ 3 സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒരു ബോക്സ് പോലെ വരാൻ പാകത്തിന്. ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. അപ്പോൾ ആ 3 സൈഡിലേക്കുള്ളതിൻ്റെ വീതി എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. 3.5 സെൻറ്റിമീറ്റർ ആണ് അളവ് കൊടുത്തേക്കുന്നത്. പിന്നെ നീളം നമ്മുടെ ആ സൈഡിൽ എത്രയാണോ അതനുസരിച്ച്. അപ്പോൾ 23 ഉള്ള സൈഡിൽ 23യും 33 ഉള്ള സൈഡിൽ 33യും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഗം എന്ന് പറയുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്. നമ്മുടെ വുഡ് ഫില്ല് ഫ്ലെക്സ് ക്യൂക്ക് പോലെ തന്നെയുള്ള വുഡ് ഫിൽസ് ആണ് യൂസ് ചെയ്തിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ വലിയ സൈഡിൽ ഇതുപോലെ ഒരു ചെറിയ സ്ലോപ്പ് പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ഏരിയ ഒന്ന് സ്ലോപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഇത് നമ്മൾ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന് കരുതി നമുക്കിത് കാർഡ് ബോർഡ് യൂസ് ചെയ്തും ഈ സെയിം മെത്തേഡിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല ചെയ്യുന്നതിന്. പിന്നെ ഞാനിത് എൻ്റെ ഒരു എളുപ്പപ്പണി എന്ന രീതിയിൽ ഞാൻ ഫോം ബോർഡ് യൂസ് ചെയ്ത് ചെയ്തതാണ്. ഇതുപോലെയാണ് നമ്മുടെ ഇത് ബോക്സിൻ്റെ ഫൈനൽ ലുക്ക് തന്നെ. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഇതാണ്. ഇതുപോലെ തന്നെ സെയിം ഈ ഒരു മെത്തേഡിൽ തന്നെ 3 സൈഡ് പൊട്ടിച്ച് ഇതുപോലെ തന്നെ സെയിം ആയിട്ടാണ് ഞാൻ രണ്ടാമത്തതും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തതെന്ന് പറയുന്നത് കേട്ടോ. ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് പോലെ ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പീസ്, അതായത് ഒരു സൈഡിൽ 2 പീസ് വരാൻ പാകത്തിന് 2 സൈഡിൽ വരുമ്പോൾ 4 പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഹൈറ്റിൽ നമുക്കൊരു സ്റ്റാൻഡ് പോലെ നിൽക്കും. എനിക്കപ്പോൾ അങ്ങനെ ഇച്ചിരി അധികം സ്പേസ് അത് കൺസ്യൂം ചെയ്തിരിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഇത്തിരി ലൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ടേബിളിൻ്റെ സൈഡിൽ തന്നെ എൻ്റെ പേപ്പേഴ്സ് എല്ലാം കിട്ടാൻ പാകത്തിന് ഞാൻ അതിനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നിൽ നമ്മൾ കളർ പേപ്പറുകളും മറ്റതിൽ നമ്മൾ ഫോം ഷീറ്റ്സും ആണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വരുന്നത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.